നൂറ്റാണ്ടുകളായി, അല്ല പതിറ്റാണ്ടുകളായി, അങ്ങനെയുമല്ല യുഗാന്തരങ്ങളായി ക്രൈസ്തവ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ശബ്ദം. വേദപണ്ഡിതന്മാർക്കും വേദശാസ്ത്രത്തിനും ഇന്നും പൂർണ്ണമാക്കാൻ സാധിക്കാത്ത അനർഘനിർഗളമായി പുറപ്പെടുന്ന ജലസ്രോതസ്സുകൾ പോലെ ശാന്തമായും ചിലപ്പോഴെങ്കിലും ശക്തമായും താണ്ഡവമാടുന്ന സാഗരത്തിൻ്റെ തിരമാലകൾ പോലെ ഈ 21-ാം നൂറ്റാണ്ടിലും ഏതൊരു ക്രിസ്ത്യാനിയും ഹൃദയത്തിൽ ഒരു വട്ടമെങ്കിലും ധ്യാനിച്ചിട്ടുള്ള വേറിട്ട ശബ്ദം. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഒരേ സമയം അനുതാപ ഹൃദയത്തോടും വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെയും വാതിൽ അടച്ചിട്ടിരുന്ന മുറിയിൽ ശ്ലീഹന്മാരുടെ മധ്യത്തിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് ഉയർന്നതായ വലിയ ശബ്ദം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച AD 52 ഭാരതത്തിലേക്ക് പദമൂന്നിയ കർത്തൃശിഷ്യൻ മോർ തോമാസ് ശ്ലീഹ ഇന്നും ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ വലിയ മധ്യസ്ഥനായി ജീവിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ 80കളുടെ മധ്യത്തിൽ 9 എപ്പിസ്കോപ്പൽ സഭകളുടെ ആത്മീയവും ഭൗതികവുമായ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചതായ നിലയ്ക്കൽ എക്യൂമെനിക്കൽ സെന്റ് തോമസ് ദേവാലയം കിഴക്കൻ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വനാന്തരങ്ങളെ സ്വർഗത്തോളം എത്തിക്കുന്ന അനുഗ്രഹ സ്രോതസ്സായി മാറിയിരിക്കുന്നു. മഹാപരിശുദ്ധനായ മോർ തോമാസ് ശ്ലീഹായുടെ ദുഃഖറോനോ പെരുന്നാളിനോട് ചേർന്ന് നടത്തുന്നതായ വിശുദ്ധ കുർബാനയും പെരുന്നാൾ കൊടിയേറ്റും 2026 ജൂൺ മാസം 28-ാം തീയതി മലങ്കര സുറിയാനിക്കനായ സമുദായത്തിൻ്റെ ആർച്ച് ബിഷപ്പും സമുദായ വലിയ മെത്രാപ്പോലീത്തായുമായിരിക്കുന്ന മോർ സെവേറിയോസ് കുറിയാക്കോസ് മെത്രാപ്പോലീത്തായുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ ഈ കിഴക്കൻ മലനിരകളുടെ മണ്ണിലേക്ക്, നിലയ്ക്കൽ എക്യൂമെനിക്കൽ സെന്റ് തോമസ് ദേവാലയത്തിലേക്ക് ഏവരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു.